ഡോക്ടർ, മറ്റൊരു സംശയം എന്തെന്നാൽ ഈ ശ്വാസകോശത്തെ ഇത് തകരാറിലാക്കുന്നത് എപ്പോഴാണ്? ഈ ശ്വാസകോശത്തിലെ നീർക്കെട്ട് ഈ കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഇതിൽ നമുക്കിപ്പം നീർക്കെട്ട് എത്ര എമൗണ്ട് ആണെന്ന് പോലെ ഇരിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരംഭത്തിലാണ് ഒരു 50 ml 60 ml ഒക്കെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രോഗം എന്തുകൊണ്ട് ഇതുണ്ടായെന്ന് ചികിത്സിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ പറ്റും. ഇപ്പം മറ്റുള്ള അസുഖങ്ങൾ കൊണ്ട് കൂടുതലാണെങ്കിൽ ഒരു പക്ഷേ 200 ml 300 ml കൂടുതലുണ്ടെങ്കിൽ നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ടാപ്പിംഗ് എന്ന് പറഞ്ഞ് ചെയ്യും. അതായത് പ്ലൂറൽ ഫ്ലൂയിഡിനെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്തിട്ട് അത് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിൽ നമുക്ക് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ചികിത്സിച്ചാൽ അവിടെ ഓക്കെയാണ്. ഒരു പക്ഷേ ഇതിൽ കൂടുതലാണെങ്കിലോ ഒരുപാട് കൂടുതലാണെങ്കിൽ നമ്മൾ പിന്നെ തെറാപ്യൂട്ടിക് ടാപ്പിങ്ങിലോട്ട്, അതായത് നമ്മൾ വെള്ളം അങ്ങ് മാക്സിമം കൂടുതൽ വെള്ളം കൂടുമ്പോഴത്തേക്കും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിനെ അത് ബാധിക്കാൻ തുടങ്ങും. നമുക്ക് ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടും. കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് ഓക്സിജൻ്റെ ലെവലിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഹാർട്ടിനെയും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അത് മാക്സിമം നമ്മൾ പിന്നെ വെള്ളം രണ്ടും കൂടെ ചെയ്യും. അതായത് പരിശോധനയ്ക്കും വിധേയമാക്കും, എന്നാൽ മാക്സിമം വെള്ളം നമുക്ക് അതിൽ നിന്ന് എടുക്കുകയും ചെയ്യും. ഒരു പക്ഷേ ക്യാൻസർ കൊണ്ടാണെങ്കിൽ വെള്ളം കെട്ടാണെങ്കിൽ അത് പിന്നെയും ഒരുപാട് കൂടുതലുണ്ടാവും. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് വീണ്ടും കാരണം അവിടെ കിടക്കുന്നതുകൊണ്ട് വീണ്ടും അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻ്റർകോസ്റ്റൽ ട്യൂബ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ എടുത്തിട്ട് കളയുന്നില്ല, നമ്മളൊരു ട്യൂബ് അതിൻ്റെ അകത്തിട്ടിട്ട് മാക്സിമം വെള്ളം അതിൽ നിന്ന് നമ്മൾ എടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ഉണ്ടാവുന്ന സാഹചര്യമാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഈ 2 പാളികളുടെ അകത്ത് ഒരു മരുന്ന് നമ്മൾ അകത്തിട്ടിട്ട് ആ 2 പാളികളെ നമ്മൾ ഒട്ടിപ്പിക്കും. നമ്മൾ പ്ലൂറോഡെസിസ് എന്നുള്ള പ്രൊസീജിയർ എന്നാണ് അത് പറയുന്നത്. കാരണം വെള്ളം കെട്ട് എങ്ങനെയാണെങ്കിലും അത് അകത്ത് കിടക്കുകയാണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ കൂടുതൽ ആ ലിമിറ്റഡ് എമൗണ്ടിൽ കൂടുതൽ കെട്ടാൻ പാടില്ല. ഒരു പക്ഷേ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പിന്നെ പഴുപ്പായി മാറുകയാണെങ്കിൽ ഇത്രയും ഈസി ആയിട്ട് അത് വരത്തില്ല. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറായി മാറും. പിന്നെ ഒരു പക്ഷേ നമുക്ക് ആ ട്യൂബ് ഇട്ടിട്ടും വെള്ളം ഫുൾ ടൈം നമുക്ക് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ, നമ്മളൊരു കത്തീറ്റർ പോലെ ഒരു സാധനം അതിൻ്റെ അകത്തിട്ടിട്ട് ഇൻഡ്വെല്ലിംഗ് പ്ലൂറൽ കത്തീറ്റർ എന്ന് പറയും. അതുവഴി വെള്ളം കൂടുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അത് കളഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ രക്തമായിരിക്കും അവിടെ കെട്ടുന്നത്. അതും നമ്മൾ ഇതുപോലെ ഇൻ്റർകോസ്റ്റൽ ട്യൂബ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ട്യൂബ് ഇട്ട് തന്നെ അത് മൊത്തം എടുത്ത് കളയണം. കാരണം നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ 2 പാളികൾ അങ്ങ് ഒട്ടും. പിന്നെ അതങ്ങ് നമ്മുടെ ലങ്സിന് പ്രോപ്പർ ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെയാവും. പിന്നെ അത് നിത്യമായ ഒരു അസുഖമായി മാറാൻ സാധ്യതയുണ്ട്.